ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. കേരള PSCയുടെ KAMCO AEന്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ പ്രൊവിഷണൽ കീ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ വരും ദിവസങ്ങളിൽ കാണാൻ പറ്റും. ഓക്കെ, അതായത് 4 ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് നമുക്ക് ഡയറക്റ്റ്ലി ഡിസ്കഷൻ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാനും ടീച്ചേഴ്സിന് അത് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് ആൻസർ കീ മാത്രം നോക്കി പോകാം. എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏകദേശം അതിന്റെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ ഡിസ്കഷനിലേക്ക് പോകും. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൽഫ കോഡ് എ ആണ്. അതായിരിക്കും നമ്മൾ നോർമലി പ്രൊഫഷണൽ കീനകത്ത് വരുന്നത്. ഓക്കെ, 25 മാർക്ക് മെക്കാനിക്കൽ, 25 മാർക്ക് ഓട്ടോമൊബൈൽ, 25 മാർക്ക് ഇലക്ട്രിക്കൽ, 25 മാർക്ക് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് ചോദിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത്യാവശ്യം ടഫുള്ള ഒരു എക്സാം ആയിരുന്നു. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓരോ ഡിപ്പാർട്ട്മെന്റ് സാർമാർ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് നിങ്ങൾ അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ വരുന്ന ഏതെങ്കിലും എക്സാം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഫോം കൊടുക്കാം. നിങ്ങളുടെ ഇനി വരാനുള്ള എക്സാമുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ എക്സാമുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, കമ്പൈൻഡ് ആയിട്ട് ഏതൊക്കെ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷനിലെ ഫോം ഫില്ല് ചെയ്യുക. അതോടൊപ്പം എൻട്രിയുടെ ന്യൂ ഇയർ ആയിട്ടുള്ള ഒരുപാട് ഓഫറുകളും കാര്യങ്ങളുണ്ട്, അതറിയാൻ വേണ്ടിയും ഈ ഫോം ഫില്ല് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് വൺ ഈസ് ദ കോൺട്രിബ്യൂഷൻ ബൈ FW ടൈലർ. FW ടൈലറിന്റെ കോൺട്രിബ്യൂഷൻ എന്നാണ് ഓപ്ഷൻ എ ഫെയർ ഡേയ്സ് ടാസ്ക് എന്നാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഒരു മാനേജ്മെന്റ് ടോപ്പിക്കിലാണ്, അതായത് IMA ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ഓപ്പറേഷണൽ റിസർച്ച് എന്ന ടോപ്പിക്കിനകത്ത് വരുന്ന ടോപ്പിക്കുകളാണ്. ഓക്കെ, നമ്മുടെ DBEC സാറും അതുപോലെ തന്നെ സിവിൽ ആണെങ്കിൽ അമൂമിസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള ഒരു പോർഷൻ ആണ് ഇതൊക്കെ വരുന്നത്. പിന്നെ ഒപ്റ്റിമിസ്റ്റിക് ആൻഡ് പെസിമിസ്റ്റിക് ടൈംസ് ഓഫ് ഡൂയിങ് ആൻ ആക്ടിവിറ്റി ആർ 1 hour and 5 hours റെസ്പെക്റ്റീവ്ലി. വേരിയൻസ് ഓഫ് ദ ആക്ടിവിറ്റീസിന്റെ വേരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി 4/9 ആണ് ആൻസർ. മൂവിങ് ആവറേജ് ഫോർകാസ്റ്റിംഗ് ഈസ് എ ഡാഷ് മെത്തേഡ് ഫോർകാസ്റ്റിംഗ്. ഏത് ടൈപ്പും ഫോർകാസ്റ്റിംഗ് മെത്തേഡ് ആണ് ചോദിച്ചത്. ടൈം സീരീസ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇഫ് ദ ഫിക്സഡ് കോസ്റ്റ് ഈസ് Rs 4,000 4,000 ആണ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഐറ്റം ഈസ് Rs 16 16 രൂപ. ആൻഡ് സെല്ലിംഗ് പ്രൈസ് ഈസ് Rs 21. ദെൻ ബ്രേക്ക് ഈവൻ സെയിൽസ് ഇതൊക്കെ കംപ്ലീറ്റ്ലി ടോപ്പിക് ഫസ്റ്റ് 1 to 5 ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്താണ് വരുന്നത്. ഓക്കെ, മെക്കാനിക്കലിന്റെ സബായിട്ട് വരുന്നത്. ഓക്കെ, അതിന്റെ ഓപ്ഷൻ ബി ആണ്. 16,800 രൂപയാണ് അതിന്റെ ആൻസേഴ്സ്. ഓക്കെ, വിച്ച് വൺ ഈസ് ആൻ ആട്രിബ്യൂട്ട്. ആട്രിബ്യൂട്ട് ഏതാണെന്ന് വെച്ചാൽ അപ്പം ഇതിൽ തന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ ആട്രിബ്യൂട്ട് അല്ല എന്നുള്ള രീതിയിലാണ്. നൺ ഓഫ് ദീസ് ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി. ഓക്കെ, സർഫസ് ഹാർഡ്നെസ് ആൻഡ് ഫാറ്റിക് ലൈഫ് ഓഫ് എ സ്റ്റീൽ അലോയ് ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ. സർഫസ് ഹാർഡ്നെസ്സും പ്ലസ് ഫാറ്റിക് ലൈഫും രണ്ടും ഇംപ്രൂവ് ചെയ്യാൻ പറയുന്നത്. ഓപ്ഷൻ ഡി കാർബറൈസിംഗ് ആണ് വരുന്നത്. ട്രാൻസിയൻ ക്രീപ്പ് ഈസ് ഓൾസോ നോൺ ആസ്. ട്രാൻസിയൻ ക്രീപ്പ് ഏത് സ്റ്റേജ് ക്രീപ്പ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൈമറി ക്രീപ്പ്, സെക്കൻഡറി ക്രീപ്പ്, ടെർട്ടറി ക്രീപ്പ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് പ്രൈമറി ക്രീപ്പാണ് ഈ ട്രാൻസിയൻ ക്രീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫോർ എ സ്മോൾ നമ്പർ ഓഫ് വെരി ലാർജ് കാസ്റ്റിംഗ്. സ്മോൾ നമ്പർ ആണ്, വെരി ലാർജ് കാസ്റ്റിംഗ് ആണ്. വിച്ച് പാറ്റേൺ ഈസ് സ്യൂട്ടബിൾ. ഏത് പാറ്റേൺ ആണ് സ്യൂട്ടബിൾ എന്ന് വെച്ചാൽ സ്കെൽട്ടൺ പാറ്റേൺ ആണ്. അതായത് വലിയ കാസ്റ്റിംഗ് ആണ്, പക്ഷേ എണ്ണം വളരെ കുറവാണെങ്കിൽ നമ്മൾ സ്കെൽട്ടൺ പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത്. വൈൽ മെഷീനിങ് എ ബ്രിട്ടിൽ മെറ്റീരിയൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ചിപ്പ് ഈസ് മോസ്റ്റ് പ്രോബബിൾ ടു ഫോം. ബ്രിട്ടിൽ മെറ്റീരിയൽ ആണ്. നോർമലി ഡക്റ്റൈൽ മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് അത് കണ്ടിന്യൂസ് ചിപ്പും ബിൽഡപ്പ് ചിപ്പും ഒക്കെ കാണാൻ പറ്റും. പക്ഷേ ബ്രിട്ടിൽ മെറ്റീരിയലിനകത്ത് വരുന്ന സമയത്ത് നമുക്ക് ഡിസ്കണ്ടിന്യൂസ് ചിപ്പാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഡസ് നോട്ട് അഫക്ട് മെഷീനബിലിറ്റി. മെഷീനബിലിറ്റിനെ എഫക്ട് ചെയ്യാത്ത ഏതാണ്? ഇതിൽ തന്നിരിക്കുന്ന എല്ലാം മെഷീനബിലിറ്റിനെ എഫക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ജോമെട്രി ഓഫ് ദ കട്ടിംഗ് ടൂൾ ആണെങ്കിലും ഫീഡ് ആണെങ്കിലും ടൈപ്പ് ഓഫ് മെഷീനിങ് ഓപ്പറേഷൻ ആണെങ്കിലും ഒക്കെ നമ്മുടെ മെഷീനബിലിറ്റിനെ എന്താ പറയുക എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ഈ ക്ലാസ്സുകളൊക്കെ ഞാൻ തന്നെയാണ് മെക്കാനിക്കൽ കോർ കോഴ്സിൽ എടുത്തത്. അതുപോലെ തന്നെ വിഷ്ണു സാർ അതിന്റെ ബാക്കി പോർഷൻസും എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള പോർഷൻസ് ആണ്. തിയറി പോർഷൻസ് ആണ്, തിയറി മോഡലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഡയറക്ട്ലി നിങ്ങൾക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന പോയിന്റുകളാണ്. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം ആയിരിക്കും. ആൻ ഓയിൽ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.9 ഹാസ് വിസ്കോസിറ്റി 0.28 സ്റ്റോക്സ് അറ്റ് 38 ഡിഗ്രി സെൽഷ്യസ്. വാട്ട് വിൽ ബി ഇറ്റ്സ് വിസ്കോസിറ്റി. വിസ്കോസിറ്റി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി, അതുപോലെ തന്നെ കൈനമാറ്റിക് വിസ്കോസിറ്റി. കൈനമാറ്റിക് വിസ്കോസിറ്റി ഈസ് ഈക്വൽ ടു ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി. ഓക്കെ, ആ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ. അപ്പോൾ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് 11ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകണമെങ്കിൽ ഇഫ് ദ നമ്പർ ഓഫ് ജെറ്റ്സ് ഇൻ എ പെൽറ്റൻ ടർബൈൻ ഈസ് n, അതായത് നമ്പർ ഓഫ് ജെറ്റ്സ് എത്ര ജെറ്റുകൾ എന്ന് നോക്കുകയാണെങ്കിൽ അതിനകത്ത് n ആണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് നമ്പർ ഓഫ് ജെറ്റ്സിന്. പിന്നെ ദെൻ ദ സ്പെസിഫിക് സ്പീഡിനെ എങ്ങനെയാണ് ഈ ഒരു നമ്പർ ഓഫ് ജെറ്റ് റിലേറ്റ് ചെയ്യുന്നത്? പ്രൊപ്പോർഷണൽ ടു n⁻², അതായത് √n ആയിട്ടാണ് അത് പ്രൊപ്പോർഷണൽ വരുന്നത്. ഓക്കെ, ഇനി ഓപ്പൺ യൂട്യൂബ് കണ്ടെയ്നിങ് മെർക്കുറി ഓയിൽ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.9 ഈസ് poured into one of its limb. അപ്പോൾ ലിംബിലേക്ക് ഒരു 0.9 സ്പെസിഫിക് ഗ്രാവിറ്റിയുള്ള
ഓയിൽ അതിനകത്ത് ഉപയോഗിച്ചു, ഓൾറെഡി മെർക്കുറി ഉണ്ട്. ദെൻ സോ ദാറ്റ് ദ ലെങ്ത് ഓഫ് ദ കോളം ഓഫ് ദ സോയിൽ ഈസ് അബൌട്ട് 50 സെന്റിമീറ്റർ. ആ ലെങ്ത്, അതിന്റെ കോളത്തിന്റെ ലെങ്ത് കാണിക്കുന്നത് 50 സെന്റിമീറ്റർ ആണ്. ദെൻ ദ ലെവൽ ഓഫ് മെർക്കുറി കോളം ഇൻ limb is lowered approximately by how much? എത്ര ലോവർ ആയിട്ടുണ്ട്. ഓക്കെ, അതായത് യൂട്യൂബ് മാനോമീറ്ററിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് പ്രഷർ മെഷർമെന്റ് എക്യുപ്മെന്റ്സിന്റെ അകത്ത് ഡയറക്ട്ലി ഫ്ലൂയിഡ് മെക്കാനിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡയറക്ട്ലി ചോദിച്ചിരിക്കുകയാണ്. റിലേഷൻ വെച്ച് ഡയറക്ട്ലി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി 1.6 സെന്റിമീറ്റർ. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാൻ പറ്റും. മെക്കാനിക്കൽ ടോപ്പിക്കുകൾ നമുക്ക് റിയാസ് സാറിനെ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മെക്കാനിക്കൽ ഫാക്കൽറ്റീസിനോട് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ബാക്കിയുള്ള ടോപ്പിക്കുകൾ ഇലക്ട്രിക്കൽ ആണെങ്കിലും നമുക്ക് ഷാ സാറിന്റെ ഏതെങ്കിലും ഫാക്കൽറ്റീസിനെ വെച്ചിട്ട് ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ആ ദിവസങ്ങളിൽ നോക്കി എങ്ങനെയാണ്, എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റുക, എവിടെയൊക്കെയാണെങ്കിൽ നമ്മൾ ഡയറക്ട്ലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. 14ാമത്തെ ക്വസ്റ്റ്യൻ. ദ വോളിയൂഡ് കേസിംഗ് ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ് ഹാസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻ? ഏത് ഫംഗ്ഷൻ ആണല്ലോ വോളിയൂഡ് കേസിംഗ്? എലിമിനേറ്റിംഗ് ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ആഫ്റ്റർ എക്സിറ്റ് ഫ്രം ഇംപെല്ലർ, directs the flow towards the delivery pipe, converts a part of the velocity head to pressure head head convert ചെയ്യുക, like gives a constant velocity of flow. അപ്പോൾ ഓപ്ഷൻ ബി ആണ്, 2 and 3 ആണ് അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ബാക്കി രണ്ടെണ്ണം റോങ് ആൻസർ ആണ്. Okay, in a two-dimensional incompressible steady flow, the velocity component u equal to a e raised to x is obtained. What will be the other component? അതായത് എക്സ് ആക്സിലെ കമ്പോണന്റ് കിട്ടിയിട്ടുണ്ട്, വൈ ആക്സിലെ കമ്പോണന്റ് എന്താണെന്ന് ചോദിച്ചത്. ഓപ്ഷൻ സി വി ഈക്വൽ ടു മൈനസ് എ ഇ raised to x divided e raised to x into y. ഓക്കെ, അപ്പോൾ അത് ഇൻകംപ്രസിബിലിറ്റിയും ടു ഡയമെൻഷണൽ ഇൻകംപ്രസിബിലിറ്റി സ്റ്റഡി ഫ്ലോ ഇതിന്റെ ഒരു ഫോർമുല വെച്ചിട്ട് ഡയറക്ട്ലി ഈക്വൽ ടു 0 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 0 കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു യു കമ്പോണന്റ് വി കമ്പോണന്റ് ചെയ്യുന്നത്. ഡോ യു ബൈ ഡോ എക്സ് അതുപോലെ തന്നെ ഡോ വി ബൈ ഡോ വൈ ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു 0 കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ പറ്റണം. ഓക്കെ, അത് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം എങ്ങനെയാണുള്ളത്. പിന്നെ അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ. എ ജേർണൽ ബിയറിംഗ് ഹാസ് ഷാഫ്റ്റ് ഡയമീറ്റർ ഓഫ് 50 mm ആൻഡ് ലെങ്ത് ഓഫ് 50 mm. ഓക്കെ, ഡയമീറ്റർ 50 mm എന്നുണ്ട്, ലെങ്ത് 50 mm തമ്മിലുണ്ട്. പിന്നെ ദ ഷാഫ്റ്റ് ഈസ് റൊട്ടേറ്റിംഗ് അറ്റ് 25 റേഡിയൻ പെർ സെക്കൻഡ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ വിസ്കോസിറ്റി ഓഫ് ദ ലൂബ്രിക്കന്റ് ഈസ് 25 മില്ലി പാസ്കൽ സെക്കൻഡ് ആണ് വരുന്നത്. അപ്പോൾ തന്നെ ദ ക്ലിയറൻസ് ഈസ് 0.025 mm. ദ ഷിയർ സ്ട്രെസ് ഓഫേർഡ് ബൈ എ ലൂബ്രിക്കന്റ് അപ്രോക്സിമേറ്റ്ലി. ഇതും ഡയറക്ട്ലി ഫോർമുല അപ്ലൈ ചെയ്ത് ആൻസർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് 625 Newton/mm². ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 17ാമത്തെ ക്വസ്റ്റ്യൻ. എ സ്റ്റീൽ റോഡ് 10 mm diameter and 1 meter long is heated from 30 to 110 degrees Celsius. If the young modulus of the road material is 200 gigapascal and coefficient of thermal expansion is 12 into 10 raised to minus 6 per degree Celsius. The thermal stress developed is എത്രയാണ് വരുന്നത്? തെർമൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ ആൽഫ ടി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ആൻസർ കിട്ടും. അപ്പം അത് കംപ്രസീവ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പം നമ്മുടെ MOSന്റെ അകത്ത്, അതായത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിന്റെ അകത്ത് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിന്റെ അകത്ത് വരുന്ന ഒരു പോർഷൻ ആണത്. സ്ട്രെസ്സിന്റെ അകത്ത് വരുന്നത്. ഓക്കെ, തെർമൽ സ്ട്രെസ്സിന്റെ അകത്ത് വരുന്നത് 192 MPa ആണ് ആൻസർ വരുന്നത്. ഇനി 18th ക്വസ്റ്റ്യൻ. അറ്റ് ദ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ ദ വാല്യൂ ഓഫ് ബെൻഡിങ് മൂവ്മെന്റ് ഈസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ ബി ഈക്വൽ ടു 0. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷനിൽ അതിന്റെ ബെൻഡിങ് മൂവ്മെന്റ് 0 ആയിരിക്കും. ദ റേഡിയസ് ഓഫ് എയറേഷൻ ഓഫ് എ സർക്കുലർ കോളം. സർക്കുലർ കോളത്തിന്റെ റേഡിയസ് ഓഫ് എയറേഷൻ എന്ന് പറഞ്ഞാൽ d/4 ആണ്. ഓപ്ഷൻ സി. ദ ടിയറിംഗ് റെസിസ്റ്റൻസ് ഓഫ് എ പ്ലേറ്റ് ഇൻ എ സിംഗിൾ റിവറ്റഡ് ബട്ട് ജോയിന്റ് ഈസ് 45 kN ആണെന്നുണ്ട്. ദ ഷിയറിംഗ് ആൻഡ് ക്രഷിംഗ് റെസിസ്റ്റൻസ് ഓഫ് ദ റിവറ്റ് ആർ 20 kN and 85 kN respectively. Okay, if the strength of the unriveted plate is 25 kN, the efficiency of riveted joint could be എത്രയാണെന്ന് ചോദിച്ചത്. ഓപ്ഷൻ സി 0.8 ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 21. The decreasing evaporator pressure in a vapor compression refrigeration system has the following effect. ഏതൊക്കെ എഫക്റ്റ് ആണ്? ഡിക്രീസിംഗ് റെഫ്രിജറേഷൻ എഫക്ട്, ഇൻക്രീസിംഗ് റെഫ്രിജറേഷൻ എഫക്ട്, ഡിക്രീസിംഗ് COP, ഇൻക്രീസിംഗ് COP. ഇതിൽ ഏതൊക്കെയാണ്? 1, 3 ആണ്. അതായത് ഡിക്രീസിംഗ് റെഫ്രിജറേഷൻ എഫക്റ്റും അതുപോലെ തന്നെ ഡിക്രീസിംഗ് COPയും റെഫ്രിജറേഷൻ എഫക്റ്റും കുറയും. ഓക്കെ, അതായത് ഇവാപറേറ്റർ പ്രഷർ കുറച്ചാൽ. ഓക്കെ, നമ്മുടെ പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗിന്റെ അകത്തേക്ക് വരുന്ന സമയത്താണ് വലിയ റാങ്കിൻ സൈക്കിളിന്റെ അകത്ത് വരുന്ന പൊസിഷൻ ആണ് വരുന്നത്. ഓക്കെ, VCRSന്റെ അകത്ത്. The air standard efficiency of a Otto cycle is greater than that of a diesel cycle when the both cycles have the same compression ratio and heat addition. രണ്ട് കംപ്രഷൻ റേഷ്യോയും ഹീറ്റ് അഡിഷൻ സെയിം ആണെങ്കിൽ ഓട്ടോ സൈക്കിളിന്റെ എഫിഷ്യൻസി കൂടുതലായിരിക്കും.
ഓക്കെ, ഡീസൽ സൈക്കിളിനെക്കാളും കൂടുതൽ. ഏത് സമയത്താണെന്നാണ് ചോദിച്ചത്. അപ്പം ഇത് രണ്ടും സെയിം ആയിരിക്കുന്ന സമയത്താണ്. അടുത്തത് 23. ഫോർ എ ഫിക്സ്ഡ് സെക്ഷൻ പ്രഷർ ഓഫ് എ ക്ലിയറൻസ് വോളിയം ആസ് ദ ഡെലിവറി പ്രഷർ ഓഫ് ദ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ ഇൻക്രീസസ്. ഡെലിവറി പ്രഷർ ഇൻക്രീസ് ചെയ്യാണ്, ഇറ്റ്സ് വോളിയോമെട്രിക് എഫിഷ്യൻസി ഡിക്രീസസ്. വോളിയോമെട്രിക് എഫിഷ്യൻസി കുറയും. ഓക്കെ, അപ്പോൾ തന്നെ അടുത്ത മോസ്റ്റ് ടെസ്റ്റിനെ ഡിപെൻഡ് ചെയ്തുള്ള ക്വസ്റ്റൻ ആണ്. ഫോർ എ 4-cylinder ഡീസൽ എഞ്ചിൻ ദ ഫോളോയിങ് റിസൾട്ട്സ് വെർ ഒബ്റ്റൈൻഡ് വെൻ മോസ്റ്റ് ടെസ്റ്റ് വാസ് കണ്ടക്ടഡ്. അപ്പം ഓരോ സിലിണ്ടറും കംപ്ലീറ്റ്ലി എഞ്ചിൻ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു ഓൾ സിലിണ്ടർ ഫയർ ചെയ്യുന്ന സമയത്തുള്ള ഒരു ബ്രേക്ക് പവർ തന്നിട്ടുണ്ട് 30 കിലോ വാട്ടാണ്. ഇനിയിപ്പോൾ ഓരോ സിലിണ്ടർ, അതായത് ഫസ്റ്റ് സിലിണ്ടർ ആകുമ്പോൾ 19.1 കിലോ വാട്ടും, സെക്കൻഡ് സിലിണ്ടർ ആകുമ്പോൾ 19.5 കിലോ വാട്ടും, തേർഡ് സിലിണ്ടർ ആകുമ്പോൾ 20 കിലോ വാട്ടും, ഫോർത്ത് സിലിണ്ടർ ആകുമ്പോൾ 19.8 കിലോ വാട്ടും തന്നിട്ടുണ്ട്. ഓക്കെ, എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസിന്റെ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിൻ്റെ അകത്ത് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ്റെ അകത്ത് മോസ്റ്റ് ടെസ്റ്റ്, അതായത് 4-cylinder എഞ്ചിൻ്റെ അകത്ത് കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റ് ആണ് മോസ്റ്റ് ടെസ്റ്റ്. അതിനകത്ത് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ എഫിഷ്യൻസി എന്താണെന്ന് ചോദിച്ചത്. എഫിഷ്യൻസി വരുന്നത് 72% ആണ്. വാട്ട് ഈസ് ദ മെക്കാനിക്കൽ എഫിഷ്യൻസി ഓഫ് ദ എഞ്ചിൻ ആണ് ചോദിച്ചത്. മെക്കാനിക്കൽ എഫിഷ്യൻസി ഓപ്ഷൻ ഡി 72%. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം എങ്ങനെയാണ് വരുന്നത്. 25th ക്വസ്റ്റ്യൻ ആണ്. എ ഫർണസ് വാൾ ഈസ് മെയ്ഡ് ഓഫ് 3 layers. 3 ലെയറിൽ ഫർണസ് വാൾ ആണ്. ആൻ ഇന്നർ ലെയർ ഓഫ് 20 cm thickness ആൻഡ് 0.2 watt per meter degree Celsius. അതായത് തെർമൽ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മിഡിൽ ലെയർ ആകുമ്പോൾ 15 cm thickness ഉണ്ട്. അതുപോലെ തന്നെ തെർമൽ കണ്ടക്ടിവിറ്റി 1.5 ആണ്. ഇനി അതുപോലെ തന്നെ ഔട്ടർ ലെയർ, ഏറ്റവും പുറത്തെ ലെയർ ആണെങ്കിൽ 30 cm thickness ഉണ്ട്. അതുപോലെ തന്നെ 3 ആണ് അതിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി. ഓക്കെ, ഇഫ് ദ ഇന്നർ ആൻഡ് ഔട്ടർ സർഫസ് ടെമ്പറേച്ചർ ഓഫ് ദ വാൾ ആർ 1060 degree Celsius ആൻഡ് 60 degree Celsius. അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്ന സമയത്ത് 1000 ആണ് വരുന്നത്. ഓക്കെ, 1000 കെൽവിൻ ആണെങ്കിലും ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലും ഡിഫറൻസ് ആണ്. ഓക്കെ, റെസ്പെക്റ്റീവ്ലി. ആൻഡ് ദ സർഫസ് ഏരിയ ഓഫ് ദ വാൾ ഈസ്, സർഫസ് ഏരിയ എന്നിട്ട് 1.2 മീറ്റർ. ഓക്കെ, ദ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ ദ വാൾ ഈസ്, റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എത്രയും ചോദിച്ചു. ഓപ്ഷൻ സി 1000 വാട്ട് ആണ്. ഓക്കെ, ഇത് ഹീറ്റ് ട്രാൻസ്ഫറിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മെക്കാനിക്കൽ ഓൾമോസ്റ്റ് നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു എല്ലാം ഉണ്ടായിരുന്നത്. അപ്പം ഇനി നേരെ നമ്മുടെ അഗ്രികൾച്ചർ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ദ ഫസ്റ്റ് ട്രാക്ടർ ഡെമോൺസ്ട്രേഷൻ വാസ് ഹെൽഡ് അറ്റ് നെബ്രാസ്ക. അവിടെയാണ് നടന്നത്. അതുപോലെ തന്നെ 27th ക്വസ്റ്റ്യൻ. തെർമൽ എഫിഷ്യൻസി ഓഫ് ഡീസൽ എഞ്ചിൻ വേരീസ് ബിറ്റ്വീൻ 32 to 38%. ഓക്കെ, എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ വരും. എ ട്രാക്ടർ പുൾസ് എ ഡ്രാഫ്റ്റ് ലോഡ് ഓഫ് 1000 kg while traveling at a speed of 60 meter per minute. Find the horsepower in HP developed by the tractor. എത്രയാണ്? 13.33 ഹോഴ്സ് പവർ ആണ് അത്. ഓക്കെ, ഒരു 1 ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 746 വാട്ട്സ് ആണ് വരുന്നത്. അപ്പം നോർമലി പവർ കണ്ടുപിടിക്കുക, എന്നിട്ട് നമുക്കറിയാം പവർ ഇക്വേഷൻ എന്താ, F × V ചെയ്യുക, ഡയറക്റ്റ്ലി ചെയ്യുക, എന്നിട്ട് അതിനകത്ത് ഡിവൈഡ് ബൈ 746 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 13.33 HP കിട്ടും. ഓക്കെ, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. കൂടുതലായിട്ട് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഫോർമുലയും കാര്യങ്ങളും വേണമെന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് എന്തൊക്കെ കൺസെപ്റ്റ് മാത്രം അറിഞ്ഞാൽ മതി. Okay, the function of a differential lock is to develop full traction on both wheels equally. Okay, differential lock ന്റെ കാരണം ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഡിഫറൻഷ്യൽ ലോക്കിന്റെ കാരണം ഈ ഉപയോഗം എന്താണെന്ന് ചോദിച്ചത്. ഓക്കെ, രണ്ട് വീലിനകത്തേക്കും ഈക്വലി ഡ്രൈവ് കൊടുക്കാൻ വേണ്ടി. ദ അലൈൻമെന്റ് ഓഫ് എ സെൻട്രൽ ലൈൻ ഓഫ് എ നൈഫ് സെക്ഷൻ വിത്ത് ദ സെൻട്രൽ ലൈൻ ഓഫ് എ ഗാർഡ് ഏതാണ് വരുന്നത്? രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ദ റിയർ ബോട്ടം ഓഫ് എ ലാൻഡ് സൈഡ് ഈസ് കോൾഡ് heel. 32 question. Dash process convert vegetable oil to biodiesel. Transterification ആണ് വരുന്നത്. 33 question. Plant protection operation spraying is which total volume of liquid applied amount to less than 5 liter per hour. ഓക്കെ, അതിന് പറയുന്ന പേരാണ് ഓപ്ഷൻ സി അൾട്രാ ലോ വോളിയം. അതായത് 51/H എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നിരുന്നത്. 5 ലിറ്റർ പെർ H ആണ് വരുന്നത് തോന്നുന്നു. ഓക്കെ, കറക്റ്റ് ക്വസ്റ്റ്യന്റെ കറക്റ്റ് ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത്. 34 ക്വസ്റ്റ്യൻ. ദ റിമൂവൽ ഓഫ് സോയിൽ ഫ്രം ദ ലാൻഡ് സർഫസ് ബൈ ദ കോൺസെൻട്രേറ്റഡ് റൺ ഓഫ് ടു ദ ഫ്രം സ്മോൾ ചാനൽസ്. ചെറിയ ചാനലിലേക്കുള്ള റൺ ഓഫ് കാരണം ഉണ്ടാകുന്ന സോയിൽ റിമൂവൽ എങ്ങനെയാണ് നടത്തുന്നത്? റിൽ എറോഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. ഓക്കെ, 35th ക്വസ്റ്റ്യൻ. ദ പൊട്ടൻഷ്യൽ മാക്സിമം റിട്ടൻഷൻ ഈസ് യൂസ്ഡ് ഇൻ എംപിരിക്കൽ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് പീക്ക് ഡിസ്ചാർജ് ഫ്രം എ വാട്ടർഷെഡ് ഏരിയ. വാട്ടർഷെഡ് ഏരിയയിൽ പീക്ക് ഡിസ്ചാർജ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ എ കർവ് നമ്പർ മെത്തേഡ് ആണ് ഇത്. ഇനി 36th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇമാജിനറി ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് ഈക്വൽ ടു റെയിൻഫാൾ ഈസ് കോൾഡ് ഐസോ ഹൈറ്റ്സ്. Okay, 37th question. Word fraction of a volume is termed as
porosity, void fraction of a soil volume is soil in the void and the porosity note. Normally, the time needed by water to flow from a most remotest point of the watershed to the outlet. The time of concentration. How many classes are there in land capability classification? Capability classification at the 8 classes. Okay. 14th question. A structure used to measure overland flow of and soil loss under controlled condition in the field. എന്താണ് വരുന്നത് ഓപ്ഷൻ ബി റൺ ഓഫ് പ്ലോട്ട്. ഓക്കെ, ഇനി 41 ക്വസ്റ്റ്യൻ. മാക്സിമം സക്ഷൻ ലിഫ്റ്റ് ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ് ഇൻ എ സീ ലെവൽ ഈസ് നൺ ഓഫ് ദീസ് ആണ് വരുന്നത്. 10.34 മീറ്റർ ആണ് ഒറിജിനൽ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി 42 ക്വസ്റ്റ്യൻ. ഡാഷ് റെഫേഴ്സ് ടു ദ സെൻസിറ്റിവിറ്റി ഓഫ് എ റിമോട്ട് സെൻസർ ടു വേരിയേഷൻ ഇൻ ദ റിഫ്ലക്റ്റൻസ് ലെവലിന്റെ വേരിയേഷൻ. റേഡിയോമെട്രിക് റെസൊല്യൂഷൻ. ഓക്കെ, and 43rd question, 1 ton of refrigeration is equal to 210 kilojoule per minute. And 44th question, a small food material has moisture content of 7.5 percentage. Okay, the moisture content on a dry basis is option A 8.1 percentage. Okay, directly answer ഞാൻ പറഞ്ഞു പോകാൻ കാരണം നമുക്ക് ഡീറ്റെയിൽ ആയ ഡിസ്കഷൻ വരും ദിവസങ്ങളിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ കമന്റ് ചെയ്യുക. നമ്മൾ പ്രൊഫഷണൽ കീന്റെ ബേസിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യനകത്ത് ആൻസേഴ്സ് തെറ്റാണെങ്കിൽ നമുക്ക് ചാലഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇപ്പോൾ ഉണ്ട്. ഓക്കെ, 45th question. The D value is the time required to reduce the number of microorganisms to 10%. 46th. Which of the following equipments does not separate material on the basis of size? Size and basis അല്ലാതെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് spiral separator. 47. According to which law the energy required for a size reduction is proportional to changing surface area? Rittinger's law. Okay, falling rate drying occurs if initial moisture content is less than critical moisture content. Okay, option A. 49. The dimensionless number in a mass transfer operation which is analogous to Nusselt number. Nusselt number ആയിട്ടുള്ള heat transfer Nusselt number ആയിട്ടുള്ള ഏത് നമ്പർ ആണ്? Sherwood number ആണ്. Okay, freezing time is directly proportional to the dash of the material being dried. Cube of the thickness. Thickness in the cube ആയിട്ടാണ് അതിന്റെ റിലേഷൻ വരുന്നത്. Okay, in 51st question, use the tubular or box section of the frame to improve torsion strength of the frame. Okay, 52. Rubber spring have good combination of shear and compression. Then what is the reason for not utilizing rubber spring in most of the passenger car? എന്തുകൊണ്ടാണ് റബ്ബർ സ്പ്രിംഗ് യൂസ് ചെയ്യാത്തത്? ഓപ്ഷൻ എ. It is lost in tension since there is a tendency of crack to open out. Okay, ടെൻഷൻ്റെ അകത്തുള്ള കപ്പാസിറ്റി വളരെ കുറവാണ്. കംപ്രഷനിലും ഷിയറിലും വലിയ കപ്പാസിറ്റി ഉണ്ടെങ്കിലും ടെൻഷൻ ലോഡ് വിത്ത് സ്റ്റാൻഡിലുള്ള കപ്പാസിറ്റി വളരെ കുറവാണ്. 53. In a reciprocating board steering, the use of small bearing between the worm and the nut is to reduce friction and steering effort. 54 question. In an engine exhaust brake system coupled with service brake, what is the reason for butter valve cease? Butter valve അടഞ്ഞുള്ള കാരണം എന്താണ്? Okay, lubrication would get burned in the exhaust manifold and carbon deposit. ആ സമയത്ത് കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടാവും. അത് കത്തിക്കരിഞ്ഞ് അവിടെ കാർബൺ ഡെപ്പോസിറ്റ് വരാൻ ചാൻസ് ഉണ്ട്. Okay, 55th question. What is the approximate amount of the force generated by a system of a levers for release of a clutch in the mechanism of clutch? Option C, 180 Newton. Okay, 56. Which of the following is true when a gearbox is mounted in a vehicle? Both 1 and 2 ആണ് പറഞ്ഞത്. അതിന് 1 and 2 എന്താണ്? Gearbox fitted between clutch and rear axle. Rear axle ഇടയ്ക്കാണ് ഫിറ്റ് ചെയ്തത്. To permit the engine to revolve at a relatively high speed while the wheel turns at a slow speed. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമുക്ക് ഗിയേഴ്സിന്റെ ഉപയോഗം എന്താണ്? വീല് സ്ലോ സ്പീഡ് കറക്കുകയാണെങ്കിൽ അതിന്റെ റൊട്ടേഷൻ കൂട്ടാൻ വേണ്ടി നമ്മൾ അതിന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഗിയേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, 57th question. Excessive wear pattern at the tread shoulders or the outer edges of the tire is due to under inflection, lack of rotation and high speed cornering. Okay, ഇതൊക്കെയാണ് വരുന്നത്.
നമുക്ക് വായിച്ചു നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഓൾ ഓഫ് ദി എബോവ് ഒക്കെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, കറക്റ്റ് നമുക്ക് ജയകേശവൻ സാർ എടുത്ത ക്ലാസ്സിൻ്റെ അകത്ത് വരുന്ന ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, 58 വരുന്നത് ദ ലൈൻസ് പാറ്റേൺസ് വുഡ് അക്സെപ്റ്റ് റോഡ് സൈൻസ് വിച്ച് ആർ അപ്ലൈഡ് ഓർ അറ്റാച്ച്ഡ് ടു ദ കാരേജ് വേ ഓർ കെർബ്സ് ഓർ ടു ദ ഒബ്ജക്റ്റ് വിത്തിൻ ദ അഡ്ജസെന്റ് ടു ദ കാരേജ് വേ ഫോർ കൺട്രോളിംഗ് വാർണിംഗ് ഗൈഡൻസ് ആൻഡ് ഇൻഫോമിംഗ് ദ റോഡ് യൂസേഴ്സ് ആർ കോൾഡ് ആസ് റോഡ് മാർക്കിങ്സ്. റോഡ് മാർക്കിങ്സ് ആണ് ഇതൊക്കെ. അതായത് കുറേ കാര്യങ്ങൾ, അതായത് നമ്മൾ റോഡ് കാണുന്ന കാര്യങ്ങൾ, പല കാര്യങ്ങളും എന്തിനാണ് യൂസ് ചെയ്യുന്നത് റോഡ് മാർക്കിംഗ് എന്നാണ് അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, the engineering in a bus transport management involves the following: breakdowns, replacement, docking, overhaul and stores. ഇതൊക്കെയാണ് വരുന്നത്. 60th question: influence of a parking facility or lack of parking have its major effects on which of the following? Okay, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 60 ക്വസ്റ്റ്യൻ ആയപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചുള്ളൂ. ഒരു A ലെവൽ എക്സാം ആയിട്ട് പോലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറച്ച് കുറവാണ്. കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ 3-4 ഡിപ്പാർട്ട്മെന്റ് ടോപ്പിക്കുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രെസ് കുറച്ച് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ കുറച്ചുകൂടി ടൈം നമുക്ക് ചിന്തിച്ച് എഴുതാനുള്ള സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ ഒരു എക്സാമിനെ കുറച്ചെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം മെയിൻ ആയിട്ട് നമ്മളിപ്പോൾ ഒരു ഒറ്റ സബ്ജക്ട്, ഇപ്പോൾ മെക്കാനിക്കലിൽ മാത്രം ഒരു A ലെവൽ എക്സാം ആണെങ്കിൽ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കും. ഓക്കെ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനും വായിക്കാനുള്ള സമയം കുറവായതുകൊണ്ട് ഇത് വായിച്ചെടുക്കാൻ ഒരുപാട് ടൈം വേണം. ഒരു ക്വസ്റ്റ്യൻ വായിച്ചെടുത്ത് അതിന് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ ഒരുപാട് ടൈം വേണം. ഓപ്ഷൻസ് പല ടൈപ്പ് ഓപ്ഷൻസ് ആണ് വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിന്റെ നമ്പർ ഓഫ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വളരെ കുറവ്. അല്ലാതെ എക്സാമ്പിൾക്ക് നിങ്ങൾക്ക് ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യും. ഓക്കെ, അപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം ഓൾ ഓഫ് ദി എബോ ആൻസേഴ്സും കറക്റ്റ് ആണ്. ഓക്കെ, അതായത് പാർക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമ്മളിപ്പോൾ നോർമലി പറയുകയാണെങ്കിൽ ഓട്ടോമൊബൈലിനകത്ത് പഠിക്കുന്ന പോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റിനകത്ത് പഠിക്കുന്ന ടോപ്പിക്കാണല്ലോ. ഇഗ്നിഷൻ ഡിലേ ക്വാളിറ്റി ഓഫ് എ ഡീസൽ ഫ്യൂസ് ജനറലി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് C10 നമ്പർ. നമുക്കറിയാം C10 നമ്പറിന്റെ ബേസ് ആയിട്ടാണ് ഇഗ്നിഷൻ ഡിലേ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ബാറ്ററി ക്യാൻ ഓൾസോ ബി ചെക്ക്ഡ് വിത്ത് ഹൈഡ്രോമീറ്റർ. സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യുന്ന ഉപകരണം എന്ന് പറഞ്ഞാൽ ഹൈഡ്രോമീറ്റർ തന്നെയാണ്. The optimal spark timing of a petrol engine is 35, bottom, top, dead center. Okay. The combined current and voltage vibrating regulator consists of all of the above. Cut off relay വരുന്നുണ്ട്, current regulator വരുന്നുണ്ട്, voltage regulator വരുന്നുണ്ട്. In 65th question, the wattage power of the indicator bulb is normally 21 watt ആണ്. Okay, 21 watt ആണ് വരുന്നത്. Which of the following is not affecting SA engines knocking or detonation? Calorific value of a fuel. ഫ്യൂവലിന്റെ caloric value ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, SA എഞ്ചിൻ ആണ്, സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിന്റെ കാര്യമാണ് ചോദിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ: ദ കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ the ignition delay is increased by advance in the injection angle. Injection angle കൂട്ടി കഴിഞ്ഞാൽ ignition delay increase ചെയ്യാൻ പറ്റും. Okay, what is the general formula of molecular arrangement of a paraffin? Paraffin general arrangement എന്താണ്? ഓപ്ഷൻ C NH2n+2 and chain ആണ് വരുന്നത്. Okay, in Roots blower type supercharger, root blower type supercharger ന്റെ the blower runs at എത്ര മടങ്ങ് സ്പീഡിലാണ്, ആ എഞ്ചിൻ സ്പീഡിന് എത്ര മടങ്ങിലാണ് ആ ഒരു ബ്ലോവർ റൺ ചെയ്യുന്നത്? 1.5 ടൈംസ് ആണ് വരുന്നത്. ഇനി 70th ക്വസ്റ്റ്യൻ: ദ ടെമ്പറേച്ചർ ഓഫ് എ 70 kg റിജിഡ് ബോഡി ഈസ് ഐഡന്റിഫൈഡ് ആസ് 392 ഡിഗ്രി ഫാരഡേ. ഫൈൻഡ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ഇൻ ഡിഗ്രി സെൽഷ്യസ്. 200 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. അതിന്റെ റിലേഷൻ വെച്ചിട്ട് ഫാരഡേ ഡിഗ്രി സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന റിലേഷൻ വെച്ച് ഡയറക്ട്ലി ആൻസർ കണ്ടുപിടിക്കും. ലാറ്ററൽ ഡിഫ്ലക്ഷൻ ഓഫ് എ വെഹിക്കിൾ ബോഡി ഡാമേജ് ഓഫൺ റിസൾട്ട് ഫ്രം എ ഹിറ്റ് from an angle. Okay, lateral dimension change ആണ് വരുന്നത് damage. Okay, 72. Drum brakes are most affected by the wet and heat than disc brake because both water and heat are trapped inside the drum. ഡ്രമ്മിന് ഉള്ളിൽ വാട്ടറും ഹീറ്റും ഇൻസൈഡ് ആകുന്നതുകൊണ്ടാണ് മറ്റേതിനെക്കാട്ടും ഡിസ്ക് ബ്രേക്കിനെക്കാട്ടും എന്താ പറയുക എഫക്റ്റ് കൂടുതൽ വരുന്നത്. ഓക്കെ, when vehicle is moving off from റസ്റ്റിനകത്ത് മൂവ് ചെയ്യുന്ന സമയത്ത് a torque converter can double the applied torque. അപ്ലൈഡ് ടോർക്ക് ഡബിൾ ചെയ്യാൻ സാധിക്കുന്ന സംഭവമാണ് ടോർക്ക് കൺവേർട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനേഷ്യന്റെ ഒരു പ്രോബ്ലം വരുന്നതുകൊണ്ടാണ്. അതായത് റസ്റ്റ് ഉള്ള ബോഡി മൂവ് ചെയ്യാണ്, അപ്പൊ അത്രയും ടോർക്ക് കൂടുതലാണ്, അപ്പോൾ ഡബിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇഫ് ദ വെഹിക്കിൾ ഈസ് മിസ്ഫയറിംഗ് ആസ് വെൽ ദിസ് മേ ഇൻഡിക്കേറ്റ് ദാറ്റ് ആൻ ഇഗ്നിഷൻ ടൈമിംഗ് ഫോൾട്ട്. ഇഗ്നിഷൻ ടൈമിംഗ് ഫോൾട്ട് ആണ് വരുന്നത്. ബിഗ് ആൻഡ് ബിയറിംഗ് ആർ ലൂബ്രിക്കേറ്റഡ് ബൈ ഓയിൽ ദാറ്റ് ഈസ് ഫെഡ് to them through holes drilled in the connecting rod. കണക്ടിംഗ് റോഡിന്റെ ഹോളുകൾ, അതിനുള്ളിൽ കൂടി ഒരു ഡ്രില്ല് ചെയ്ത് ഹോൾ ഉണ്ടാക്കി അതിനുള്ളിൽ കൂടിയാണ് ഈ ലൂബ്രിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ബിഗ് ആൻഡ് ബിയറിംഗിനാണ്. ഓക്കെ,
any electrical topic ആണ് വരുന്നത്. A single phase transformer when applied from 240 watts 50 hertz has an eddy current loss of 100 watts. If the supply is changed to 360 watt and 50 hertz, then the new eddy current loss is of the transformer would be 225 watts. The per unit impedance of a circular element is J 0.12. If the base MVA and base KV are halved, then the new value of the per unit impedance of the circuit element is option C J 0.24. അതായത് ഇവിടെ ഹാഫ് ആകുമ്പോൾ അവിടെ ഡബിൾ ആവും. ഓക്കെ, ഇമ്പിഡൻസ് ഡബിൾ ആയി. For a transistor connected in CE configuration, if the it is given as IB equal to 100 micro ampere, അതുപോലെ തന്നെ IC okay 10 microampere and alpha equal to 0.98, then the value of the collector current IC of the transistor will be 5.4 milliampere. Option A. ഓക്കെ, ക്വസ്റ്റിനകത്ത് എന്തെങ്കിലും വായിക്കുന്നത് തെറ്റുണ്ടെങ്കിൽ പറയണം, കാരണം ഞാൻ മെക്കാനിക്കൽ ഫീൽഡാണ്. ഇലക്ട്രിക്കലിലെ ടോപ്പിക്കുകളിൽ ചില പേരുകളും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പോൾ തന്നെ 79th ക്വസ്റ്റ്യൻ. എ സിംഗിൾ ഫേസ് ലോഡ് ഡ്രോസ് 6 ampere at 230 watts from 5 hours. The watt meter connected in the circular makes 2000 revolution in this time. The watt meter constant is 500 revolution per kilowatt hour. The power factor of the load is, power factor ആണ് ചോദിച്ചിരിക്കുന്നത്, 0.5797 ആണ് ആൻസർ. ഓക്കെ, the octal equivalence of the HEX number DCBA is option A 334.5564. okay, 89th question. DC shunt generator delivers 195 ampere at 250 watt. The resistance of a shunt field and the armature winding are 50 ohm and 0.05 ohm respectively. The induced EMF in a generator will be option C 260 watt. Okay, 82 question. When single conductors are replaced with a bundle conductor, the effective indicator and capacitance of a transmission line will respectively decreases and increases. Okay, ആദ്യം ഡിക്രീസ് ചെയ്യാം പിന്നെ ഇൻക്രീസ് ചെയ്യാം. ആ രീതിയിൽ ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള ആൻസേഴ്സ് നോക്കുക. ഓക്കെ, ഓപ്ഷൻ സി ആണ് വരുന്നത്, ഡിക്രീസസ് ആൻഡ് ഇൻക്രീസസ് വരും. 83 question. In a common emitter amplifier circuit, the unbiased emitter resistance provides B negative voltage feedback. നെഗറ്റീവ് വോൾട്ടേജ് ഫീഡ്ബാക്ക് ആണ് ഉണ്ടാക്കുന്നത് അൺബയാസ്ഡ് എമിറ്റർ റെസിസ്റ്റൻസ് ആണെങ്കിൽ. The Thevenin equivalent of a DC network is voltage source of 100 watt in series with the resistance of 100 kilo ohm. In order to keep the error in the voltage measurement across its terminals below 1%, the voltage measuring device should have a resistance of option A at least 10 mega ohm. Okay, 84th question. നിങ്ങൾ നോക്കുക, ആൻസർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, നമുക്ക് ടീച്ചേഴ്സിനോട് ഡിസ്കസ് ചെയ്തിട്ട് ഡയറക്റ്റ്ലി പറയാം. ഞാൻ ജസ്റ്റ് കീ ഡിസ്കസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ഞാൻ മെക്കാനിക്കൽ ഫീൽഡാണ്. ഇപ്പോൾ കുറേ ബോർഡ് ക്വസ്റ്റ്യൻസ്, ഓട്ടോമൊബൈൽ ക്വസ്റ്റ്യൻസും അഗ്രികൾച്ചർ ക്വസ്റ്റ്യൻസും കുറച്ചുകൂടി മനസ്സിലാവും. പക്ഷേ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻസ് ആദ്യമായിട്ട് കാണുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാത്തുള്ളൂ. In a machine tool driving application, the speed of a separately excited DC motor is to be controlled both below and above rated speed of a motor. Which of the following method is best suited for this purpose? ഏത് മെത്തേഡ് ഏതാണെന്ന്? Okay, option C, both IF and VA variable with IF less than is equal to IF rated. Okay, option C ആണ്. 86. If the speed of a DC machine increases with increase in load torque, then it is a differentially compounded motor. Okay, 87 ആണെങ്കിൽ the insulation of a modern EHV line is designed based on the switching surges. 88, the two logic inputs A and B are available, whereas their complements, okay, complements A complement and B complement are not available. What is the minimum number of two input and NAND gate ആണ് വരുന്നത്? NAND gate required to complement A or B. Okay, A or B എന്നാണെന്ന് തോന്നുന്നു. A ഒരു ഐഫോൺ ഇട്ടാണ് വന്നത്. ഓക്കെ,
എ ഓർ ബി അല്ലെങ്കിൽ എ ആൻഡ് ബി എന്നുള്ള രീതിയിലാണ് വരുന്നത്. നാൻഡ് ഗേറ്റ് ആവുന്ന സമയത്ത് എ ഓർ ബി ആവാനാണ് ചാൻസ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് 5. 89th question. A 1 milliampere ammeter has a resistance of 100 ohm. The value of shunt resistance required to convert it into an ammeter to measure 1 ampere. അപ്പം ഷണ്ട് റെസിസ്റ്റൻസ് എത്ര വേണമെന്ന് ചോദിച്ചത്. അപ്പോൾ ഓപ്ഷൻ സി 0.01001 ഓം. ഓക്കെ, a single phase AC voltage regulator is feeding a load of 4 plus J4 ohm. The control range of the fitting angle is 45 degree less than alpha less than 180 degree. Option A. If a 3-phase single ring induction motor is fed from a rotor side with stator winding short circuit, then the frequency of the circuit following in a stator winding will be slip frequency. Okay, option D. 92nd question. The main criterion for selection of a size of the distribution feeder on a radial distribution system is voltage drop in the conductor. Option D. 23rd question. If a differential amplifier has a CMRR of 80 dB and common mode gain 4, then its differential gain will be option C 40,000. 24. A CRO screen has 10 divisions on a horizontal scale. If a voltage of 10 sin 314 t plus 60 degree is obtained on a CRO with the line base setting of 5 millisecond per division, the period of cycle of voltage signal displayed on the screen will be number of cycles of the voltage signal displayed on the screen will be 2.5 cycles. 95. A single phase voltage source for wave inverter feed a purely inductive load. The wave from of a load current will be triangular. Option B. 96. A cylinder rotor synchronous motor is energized with its field winding shorted. Then it will be start and run as an induction motor. Okay, 97th question. Two identical alternators each rated for a 100 megawatt ampere. Okay, MVA എന്നാണ് എഴുതിയത്, മെഗാവാട്ട് ആംപിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, 11 kV having sub transient reactance of 10% are working in parallel. Then short circuit level at the bus bar are option A 2000 MVA. Okay, 98th question. A counter made up of 10 flip flop is initially at 0. What will the counter after 2050 pulses? 2050 pulses in ശേഷം എത്ര വരുന്നുണ്ട്? Okay, option B 0000 last 10 വരുന്നു. Okay, option B ആണ്. 99th question. An analog voltmeter uses external multiplier settings with a multiplier settings of 20 kilo ohm. It reads 440 volts and with a multiplier settings of 80 kilo ohm. Okay, it reads 352 volts. What will be the voltmeter reading if the multiplier settings is 60 kilo ohm? 60 kilo ohm ആണ് സമയത്ത് എത്ര voltmeter reading വരുന്നത്? Okay, option A 377 volts. Okay, last question. A chopped feeding a resistive load has an input voltage PS and duty cycle alpha. For this chopper, RMS value of the output voltage is option C root alpha VS. Okay, ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ജസ്റ്റ് ഓപ്ഷൻ പറഞ്ഞു പോകാൻ തന്നെ ഇത്രയും ടൈം എടുത്തു. അപ്പം ഒരു A ലെവലിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഓരോ പോർഷൻസും, അതായത് മെക്കാനിക്കൽ 25 ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ 25 ക്വസ്റ്റ്യൻ, അഗ്രികൾച്ചറൽ 25 ക്വസ്റ്റ്യൻ, ഓട്ടോമൊബൈൽ 25 ക്വസ്റ്റ്യൻ എന്ന് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക ഈ പ്രൊഫഷണൽ കീ പ്രകാരം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്, ആ മാർക്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്കഷനിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ തന്നെ ഇയർ എൻഡ് ആണ്, എൻട്രിയിൽ ഏറ്റവും ബെസ്റ്റ് ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സസിന്റെ ഡീറ്റെയിൽസ്, ഇപ്പം ഈ എക്സാം വിളിച്ചത് 2019 എക്സാമിന്റെ കൺഫർമേഷൻ വന്ന സമയത്താണ് നമ്മൾ പലരും അറിഞ്ഞത് എൻട്രിയിൽ ഇതേ കോഴ്സസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കംപ്ലീറ്റ് കാര്യങ്ങളും അഗ്രികൾച്ചർ കോഴ്സ് വരെ നമ്മൾ എൻട്രിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾ അറിയാത്ത 50-ലധികം ടെക്നിക്കൽ കോഴ്സസ് എൻട്രിയിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം ഏതെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രീം ഏതാണെന്ന് നോക്കുക, അത് ജസ്റ്റ് എൻ്റർ ചെയ്ത് വെക്കുക. അപ്പം നമ്മളെ അക്കാദമിക് കൗൺസിലർ വിളിച്ച് പറഞ്ഞു തരും ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ സ്ട്രീമിലുള്ള ഏതൊക്കെ എക്സാമുകൾ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ.
ഓക്കെ, അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മുമ്പോട്ടുള്ള എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ട വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇതൊരു എക്സ് മീ സച്ചിൻ സൈനിങ് ഓഫ്.